അതിനകത്ത് സൂക്ഷിക്കും. 24 മണിക്കൂർ മുമ്പ് നമ്മളെന്ത് ചെയ്യും, ഇയാളെ ഇവിടെ നിന്ന് ഒരു 23 മണിക്കൂറിന് ഉള്ളിൽ നമ്മൾ അയാളെ കോടതിയിൽ പ്രൊഡ്യൂസ്. അപ്പോൾ കോടതി അയാളെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരിൽ ജയിലുണ്ട്, ജയിലിലോട്ട് മാറ്റും. അപ്പോൾ അതാണ് പോലീസിൻ്റെ ഒരു പരമപ്രധാനമായ കർത്തവ്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കർത്തവ്യം പൊതുജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓരോ സ്ഥലത്തും ഒരു പ്രത്യേക ഏരിയയിൽ പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചു വെച്ചത്. അങ്ങനെ ഗവൺമെൻറ് ഓർഡർ വേണം ഒരു പോലീസ് സ്റ്റേഷൻ ഫംഗ്ഷൻ ചെയ്യണം. ഓക്കെ, ഗവൺമെൻറ് ഉത്തരവ് വേണം. അങ്ങനത്തെ ഉത്തരവാണ് ആ കിടക്കുന്നത്. നമ്മളോട്ട് കേരള ഗസറ്റ് എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ്ഡ് ബൈ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഗവർണർ ഇറക്കിയ ഒരു ഉത്തരവാണ്. ഓക്കെ, ആ ഉത്തരവ് പ്രകാരമാണ് ഈ പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരെങ്കിലും പരാതി പറയാൻ വന്നാൽ അവരുടെ മൊഴി വാങ്ങി FIR രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഒരു ആരെങ്കിലും ഒരാളുടെ നമ്മുടെ ജീവന സ്വത്തിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെയും തല്ലിയിട്ട് ഇവിടെ വന്ന് മൊഴി പറയാൻ പറ്റും. നമ്മൾ ആ മൊഴി വാങ്ങിച്ച് FIR രജിസ്റ്റർ ചെയ്യണം. അത് അന്വേഷിച്ചിട്ട് FIR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. നമ്മൾ കോടതിക്ക് ആദ്യം ഒരു റിപ്പോർട്ട് കൊടുക്കണം, ഒരു FIR കൊടുക്കണം. ആ FIR-ൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്വേഷണം നടത്തുന്നത്. ഓക്കെ, അങ്ങനെ FIR കോടതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരാളെ തല്ലിയെന്ന് പറഞ്ഞാൽ അതിനൊരു FIR രജിസ്റ്റർ ചെയ്യണം. അതായത് അതിന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. ഓർഗനൈസബിൾ ഒഫൻസ് എന്ന് പറയും. ഓർഗനൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആളിനെ വേറൊരാൾ മർദ്ദിക്കുകയോ അയാളുടെ വസ്തുക്കൾ കട്ടുകൊണ്ട് പോവുകയോ ഒക്കെ ചെയ്യുന്ന കുറ്റകൃത്യം ഓർഗനൈസബിൾ കുറ്റകൃത്യമാണ്. പോലീസിന് നേരിട്ട് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അയാളിൽ ഒരു മൊഴി എഴുതി വാങ്ങുമല്ലോ. അങ്ങനെ ഒരു മൊഴി എഴുതി വാങ്ങിയിട്ട് നമ്മളൊരു FIR രജിസ്റ്റർ ചെയ്യും. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ടോടെ കൊടുക്കും, കോടതി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കോടതി കൊടുക്കുമ്പോൾ അതിൽ അന്വേഷണം നടത്തിയിട്ട് അവൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അയാളെ പിടിക്കും. അയാളെ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് ലോക്കപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ലോക്കപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് 24 മണിക്കൂറിനകത്ത് അയാളെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. കോടതിയിൽ കൊണ്ടുപോകും. കോടതി അയാളെ അനുവദിച്ച കുറ്റം അയാളെ റിമാൻഡ് ചെയ്യേണ്ടതാണെങ്കിൽ അയാളെ റിമാൻഡ്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേഷൻ്റെ ഈ സ്റ്റേഷൻ്റെ ചുമതലയിൽ നിങ്ങളുടെ സ്കൂളിലെ മാഷ് HM എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ളതാണ്. അയാളെ പോലെ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഈ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. എന്താ പറയുക? ഈ ഒരു സ്റ്റേഷൻ ഒരു വീടായിട്ട് കണക്കാക്കിയാൽ ഈ ഹൗസിൻ്റെ സ്റ്റേഷൻ ഹൗസിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അപ്പോൾ SHO എന്ന് പറയും. SHO സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഹെൽഡ് ചാർജ് ഫ്രം 2016. ഇത് നെയിമൊക്കെ മാറ്റണം. ഈ നെയിമൊന്നുമല്ല, ഇതിന് താഴെ എൻ്റെ പേര്. ഓക്കെ, പേര് ചേർത്ത് 2018 to 19 വരെ സനീഷ് എന്ന് പറഞ്ഞ ആളായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ട് 20 മുതൽ 20 വരെ പുള്ളി ഉണ്ടായിരുന്നു. 20ക്ക് ഞാൻ 2020 വന്നു. ഇപ്പോഴും കണ്ടിന്യൂ. ഞാൻ പോകുന്ന ഡേറ്റ് 2 എഴുതി. അപ്പോൾ SHO എന്ന് പറയും. ഓക്കെ, SHO ആണ് ആ സ്റ്റേഷൻ്റെ പൂർണ്ണ അധികാരി. എല്ലാ ആൾക്കാർക്കും അവരവരുടെ ഡ്യൂട്ടിക്ക് പറഞ്ഞു കൊടുക്കുക, ഡ്യൂട്ടി വിഭജിച്ച് കൊടുക്കുക എന്നുള്ളത് SHOയുടെ ചുമതല. അപ്പോൾ അതിന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന ആളാണ് തൊട്ട് ഫ്രണ്ടിൽ ഈ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതിന് പറയുന്നത് സെൻട്രി ഡ്യൂട്ടിക്കാരനാണ്. സെൻട്രി എന്നാൽ SCNTRO സെൻട്രി, SCNTRO സെൻട്രി. ഈ സെൻട്രിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷനിലേക്ക് വരുന്ന ആൾക്കാർ വല്ല കത്തിയായിട്ട് വരുന്നുണ്ടോ പടിയായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ഈ സ്റ്റേഷൻ്റെ പുറത്തുള്ള ചുറ്റും കിടക്കുന്ന വാഹനങ്ങളുണ്ടല്ലോ, ആ വാഹനങ്ങൾ, ഇതിനകത്തുള്ള തോക്ക്, ഇതിനെല്ലാത്തിനും കാവൽ നിൽക്കുക. കാവൽക്കാരനാണ് ആ സെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, കാവൽ നിൽക്കുക. അതിന് മലയാളത്തിൽ പറയുന്നത് പാറാവ് നിൽക്കുക എന്ന് പറയും. പാറാവ് കേട്ടിട്ടുണ്ടോ? പാറാവ് ചില സിനിമയിൽ സീരിയലൊക്കെ പറയും പാറാവ് നിൽക്കുക. പാറാവ് നിൽക്കുകയാണെങ്കിൽ കാവൽ നിൽക്കുക. ഓക്കെ, അയാളുടെ ഡ്യൂട്ടിയാണ് അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി. അയാൾ 3 മണിക്കൂർ നിൽക്കും. അത് കഴിയുമ്പോൾ അടുത്ത ആൾ വരും. ഓക്കെ, രണ്ട് പേരാണ് ഒരു ദിവസം. 3 മണിക്കൂർ ഒരുപാട് സമയം ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ ആൾക്ക് വിശ്രമം കൊടുക്കും. അയാൾ പോയി അവിടെ റെസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്ത ആൾ 3 മണിക്കൂർ കഴിയുമ്പോൾ കയറും. ഓക്കെ, അങ്ങനെ 3 മണിക്കൂർ വീതം ഇയാൾ നാളെ രാവിലെ 8 മണി വരെ നിൽക്കും. മനസ്സിലായി? ഇത് 2 പേര് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് നാളെ രാവിലെ 8 മണി വരെ ഇങ്ങനെ പോകും. അടുത്ത 8 മണിക്ക് നാളത്തെ ഡ്യൂട്ടിക്കാരൻ 2 പേര് വരും. അവരിൽ ഒരാൾ വരും. ഓക്കെ, രാത്രി ഫുള്ളവർ നിൽക്കും. രാത്രി ഫുള്ളവരുണ്ടാവും. രാത്രിയിലാണല്ലോ കൂടുതൽ അറ്റാക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ല, വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ മാവോയിസ്റ്റുകൾ രാത്രി വന്ന് പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യും. അതിൻ്റെ തോക്കൊക്കെ എടുക്കുന്നു. അപ്പോൾ അത് വരാതിരിക്കാനാണ് ആളവിടെ നിർത്തിയേക്കുന്നത്. അപ്പോൾ ആൾ എന്തെങ്കിലും രാത്രി ആരെങ്കിലും വരികയാണെങ്കിൽ അയാളെ ചലഞ്ച് ചെയ്യും. ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് കയറി പോകുന്നു എന്നുള്ള ചലഞ്ച് ചെയ്തിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ പോലീസ് സ്റ്റേഷനകത്തേക്ക് കിടത്താവൂ. അതാണ് സെൻട്രൽ ഡ്യൂട്ടിക്കാരുടെ ഉത്തരവാദിത്വം. പിന്നെ അടുത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പുറത്തെ ഇവിടെ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൻ്റെ അപ്പുറം അവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഇരിപ്പുണ്ടാവും. ഒരു ASI 1 സ്റ്റാർ വെച്ച്. നിങ്ങൾ ഞാനിപ്പോൾ എന്ത് പൊസിഷൻ ആയിരിക്കുന്നത്? 3 സ്റ്റാർ എന്താ? സർക്കിൾ ഇൻസ്പെക്ടർ. SP അല്ല, ഇൻസ്പെക്ടർ. SHO
SHO ഇൻസ്പെക്ടറാണ് ആര് 3 സ്റ്റാർ. അത് പഴയ നേരത്തെ അതിന് നാമകരണം വേറെ ആയിരുന്നു, സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയും. കേട്ടിട്ടുണ്ടാവില്ല സിനിമയിൽ സർക്കിൾ ഇൻസ്പെക്ടർ. സർക്കിൾ ഇൻസ്പെക്ടർ 3 സ്റ്റാറാണ്. അപ്പോൾ സബ് ഇൻസ്പെക്ടർ എത്ര സ്റ്റാർ ആയിരിക്കും? 2 സ്റ്റാർ. ഇവിടെ 2, ഇവിടെ 2, സബ് ഇൻസ്പെക്ടർ 2. അപ്പോൾ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, ഈ സബ് ഇൻസ്പെക്ടറെ സഹായിക്കാനായിട്ട് ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഉണ്ടാവും, ASI അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ. അയാൾക്ക് 1 സ്റ്റാർ ആയി. നിങ്ങളവിടെ നോക്കിയാൽ അവിടെ ഇങ്ങനെ ഉദ്യോഗസ്ഥൻ 1 സ്റ്റാർ ആയി. ഓക്കെ, ഇവിടെയുള്ള സബ് ഇൻസ്പെക്ടർ ഒരാൾ പുറത്ത് പോയിരിക്കും, എല്ലാ 2 സ്റ്റാറുകളാണ് കാണിച്ചു തരാൻ. മാക്സിമം 3 സ്റ്റാർ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ DYSP ആകുമ്പോൾ ഈ സാധനം കാണും, ഈ സാധനം കാണില്ല. ബാക്കി 3 സ്റ്റാറും KPS ഉണ്ട്. അതായത് ഗസറ്റഡ് റാങ്ക് വരുമ്പോഴാണ് ഈ KPS ഓർക്കുന്നത്, കേരള പോലീസ് സർവീസ് ഗസറ്റഡ്. ഞാൻ ഗസറ്റഡാണ്, മനസ്സിലായി. അപ്പോൾ കേരള പോലീസ് ആണെങ്കിൽ KP മാത്രമേ കാണുള്ളൂ. ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് സൈഡ് നോക്കിയാൽ KP മാത്രമേ കാണൂ. അവർ സബ് ഇൻസ്പെക്ടർ വരെ KP ആയിരിക്കും, കേരള പോലീസ് ആയിരിക്കും. ഇൻസ്പെക്ടർ ആയാൽ സൂപ്പർവൈസറി ഓഫീസറായി, ബാക്കിയുള്ള എല്ലാവരെയും സൂപ്പർവൈസ് ചെയ്യും. അപ്പോൾ ഗസറ്റഡ് റാങ്ക് ആവും. അപ്പോൾ KPS ആണ്, കേരള പോലീസ് സർവീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് KPS കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് IPS ആണ്. ഇത് കേരള പോലീസ് സർവീസ്, മറ്റത് ഇന്ത്യൻ പോലീസ് സർവീസ്. IPS ഇന്ത്യൻ പോലീസ് സർവീസ്. നമ്മൾ ഡയറക്റ്റ് സിവിൽ സർവീസ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറാം? IPS. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് പോസ്റ്റ് ഏതായിട്ടാണ് പറഞ്ഞത്? ആദ്യത്തെ പോസ്റ്റിംഗ്, ആദ്യത്തെ പോസ്റ്റിങ്ങിന് ASP ആയിട്ടാണ്, അസിസ്റ്റന്റ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്, DYSP റാങ്കിലാണ് വന്നത്, മനസ്സിലായില്ല? അപ്പോൾ അവർ പിന്നെ SP ആവും, പിന്നെ DGP വരാം, മനസ്സിലായി? നിങ്ങൾക്ക് ആർക്കെങ്കിലും സിവിൽ സർവീസ് മോഹം ഉണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസിൽ കോച്ചിങ്ങിന് പോയി കഴിഞ്ഞാൽ ഡിഗ്രി ആകുമ്പോഴേക്കും നമ്മൾ സിവിൽ സർവീസിൻ്റെ +2 ആകുമ്പോഴേ തുടങ്ങും. IPS നേടാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പെരുമ്പള്ളിശ്ശേരിയിലുള്ള IPS നേടിയിട്ടുണ്ട്, അറിയാലോ. ഈ വർഷം എല്ലാ വർഷവും ടെസ്റ്റാണ്. ഒരു വർഷം കേരളത്തിൽ നിന്ന് ആയിരിക്കും മിക്കവാറും കുട്ടികൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പെരുമ്പള്ളിശ്ശേരി നമുക്കൊരാൾ ചേർത്തുനിന്ന് വന്നില്ല. അതിപ്പോൾ ട്രെയിനിങ്ങിനിപ്പോൾ പോകും. ട്രെയിനിങ് എല്ലാം മറ്റേ നോർത്ത് ഇന്ത്യൻ സൈഡായിരിക്കും ട്രെയിനിങ്. ഓക്കെ, ഹൈദരാബാദും ചണ്ഡീഗഡും അവിടെ ട്രെയിനിങ് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റേഷൻ്റെ ഘടന. അപ്പോൾ അവിടെ കേസ് എഴുതാനായിട്ട് ആ ക്യാബിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് GD ചാർജ് എന്ന് പറയും. എന്താ പറയും? GD ചാർജിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ GD എന്ന് പറഞ്ഞാൽ ജനറൽ ഡയറി. ഇതൊക്കെ ഡയറി പോലെ തന്നെയാണ്. അവിടെ ഒരു ബുക്ക് വെച്ച് എഴുതുന്നതിന് പകരം നേരത്തെ ബുക്കായിരുന്നു, ഈ 2018 മുതൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയി. GD ചാർജിൽ GD എന്ന് പറഞ്ഞാൽ ജനറൽ ഡയറിയാണ്. നമ്മൾ ഈ സ്റ്റേഷനിൽ നടക്കുന്ന സംഭവ വികാസം നിങ്ങളിപ്പോൾ വന്നത് മുഴുവൻ നമ്മളോട് എഴുതി വെക്കും. CNN എന്ന കുട്ടികൾ ആംസ് കാണുന്നതിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ എഴുതി വെക്കും. അങ്ങനെ സ്റ്റേഷനിൽ ഒരു ദിവസം നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ അതിനകത്ത് എഴുതി വെക്കും. സമയം 11:30 നിങ്ങൾ വന്നു, 12:30 വരെ നിങ്ങൾ സ്റ്റേഷൻ വിസിറ്റ് ചെയ്ത് പോയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളോട് എൻട്രി ഇടും. ഓക്കെ, ഒരു GD എൻട്രി ഇടും. ആ എൻട്രി ഇടുന്ന നേരത്തെ എഴുതുമായിരുന്നു, ഇപ്പോൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ജനറൽ ഡയറി. ആ ജനറൽ ഡയറി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരിക്കും GD ചാർജ് എന്നറിയപ്പെടുന്നത്. ആ ആളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, നാളെ രാവിലെ 8 മണിക്ക്. 24 hours ആയിരിക്കും ആൾക്ക് ഡ്യൂട്ടി. ഈ പാറാൻ നിൽക്കുന്ന ആളിനും സെയിം തന്നെയാണ്. രാവിലെ 8 മണിക്ക് കയറും, നാളെ രാവിലെ 8 മണി വരെ 2 പേര് മാറി ഉണ്ടാവും. ഈ GD ചാർജ് ഒരാൾ തന്നെയാണ്, മനസ്സിലായോ? ആൾക്ക് റെസ്റ്റ് ഒന്നുമില്ല. ഇടയ്ക്ക് രാത്രി കുറച്ചേരം ഭക്ഷണം കഴിച്ച് കുറച്ചേരം റെസ്റ്റ് ചെയ്യാം, അത് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്ക് കയറിയാൽ നാളെ രാവിലെ 8 മണി വരെ ഡ്യൂട്ടി. ഓക്കെ, അതാണ് GD ചാർജ്. അപ്പോൾ GD ചാർജിൻ്റെ കാര്യം മനസ്സിലായല്ലോ. സ്റ്റേഷൻ നടക്കുന്ന എല്ലാ സംഭവ വികാസവും. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു വീട് തീ പിടിച്ചു, ആ വിവരം GDയിൽ എഴുതി വെക്കും, അല്ലേ? എഴുതി വെക്കും. എവിടെയെങ്കിലും വലിയൊരു ആക്സിഡൻറ്റ് നടന്നു, അവിടെയും അതും എഴുതി വെക്കും. ഇതൊക്കെ GDയിൽ എൻട്രി ചെയ്യും. ഇതൊരു സമരം നടന്നു, സമരത്തിൽ പോലീസിനെ നിയോഗിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അപ്പോൾ ഇന്നത്തെ GDയിൽ അവിടെ എൻട്രി ചെയ്തിട്ടുണ്ടാവും. കാത്തലിക് സിറിയൻ ബാങ്കിൽ നിന്ന് സമരം നടക്കും. എല്ലാം ഓൾ ഇന്ത്യ സ്ട്രൈക്കാണ് ബാങ്കുകൾ. അപ്പോൾ ബാങ്കുകൾക്ക് മുന്നിൽ പോലീസിനെ കാവൽ നിർത്തിയിട്ടു നോക്കാൻ വേണ്ടി, കേട്ടോ. അപ്പോൾ അതിവിടെ GDയിൽ എൻട്രി ഇട്ട് വെക്കും. ഇതാണ് GD ചാർജിൻ്റെ ഉത്തരവാദിത്വം. പിന്നെ വരുന്ന നിങ്ങൾക്ക് മൊഴി പറയാൻ വന്നല്ലോ, ആ മൊഴി എഴുതിയെടുത്ത് FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്ത് കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് കോടതിക്ക് കൊടുക്കുന്നത് GD ചാർജിൻ്റെ ഉത്തരവാദിത്വം. മനസ്സിലായല്ലോ? പരാതി തരുമ്പോഴേ FIR ഇല്ല, അറസ്റ്റ് ചെയ്യാൻ പറ്റും. FIR ഇട്ടാൽ മാത്രം ഓൺ ദി ബേസിസ് ഓഫ് FIR ആണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആ ഇൻവെസ്റ്റിഗേഷനിൽ അവർ അന്വേഷണത്തിലാണ് മനസ്സിലാവുള്ളൂ അവൻ കുറ്റക്കാരനാണോ അല്ലയോ. മനസ്സിലായില്ലേ? ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷിക്കുമ്പോഴേ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ്. ചിലപ്പോൾ കള്ളമായിട്ട് പരാതി പറഞ്ഞായിരിക്കും, എന്നെ അവൻ അടിച്ചു എന്ന് പറഞ്ഞ് കള്ള പരാതിയായിരിക്കും കൊണ്ടുവരണം. എന്നാലും നമ്മൾ FIR ഇട്ട് അവിടെ ചെന്ന് സ്ഥലത്ത് നിന്ന് അന്വേഷിക്കും. ചിലപ്പോൾ അവിടെ CCTV ഉണ്ടാവും, ചിലപ്പോൾ ഇവനായിരിക്കും അവൻ അടിച്ചത്. മനസ്സിലായോ? അപ്പോൾ കേസ് നേരെ ശരി, ഇയാൾ പറഞ്ഞത് ഫോൾസ് ആവും, അല്ലേ? അപ്പോൾ അങ്ങനെ കോടതിക്ക് നമ്മൾ ഒരു ഫോൾസ് റിപ്പോർട്ട് കൊടുക്കും.
ഇയാൾ പറഞ്ഞത് ശുദ്ധ നുണയാണ്, ഇയാളെ ആരും തല്ലിയിട്ടില്ല, ഇയാൾ കള്ളു പിടിച്ചോടെ മറിഞ്ഞു വീണപ്പോൾ പറ്റിയ പരിക്കാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് കളവായിട്ട് ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കും. മനസ്സിലായില്ല? അപ്പോൾ ആരെയും അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് നമ്മൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കളവായിട്ടൊന്നും മൊഴി പറയും, എന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി? ആക്ച്വലി അവർക്ക് തലേദിവസം കള്ളു പിടിച്ചിട്ട് നിലത്ത് വീണതായിരിക്കും, പരിക്ക് പറ്റുന്നത്. ഇവനെ അവനെ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് മൊഴി പറയണം. അപ്പോഴും നമ്മൾ ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ച് മൊഴി പറഞ്ഞ് നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴേ അറിയുള്ളൂ അത് കള്ളമാണെന്നുള്ളത്. അപ്പോൾ കളവായിട്ട് തന്നെ കോടതി റിപ്പോർട്ട് എടുക്കും. ഈ പറഞ്ഞ് സുരേഷിനെ സജീവ് അടിച്ചു എന്ന് പറഞ്ഞാണ് മൊഴി തരാം, സുരേഷ് മൊഴി തരാൻ വന്നത്. സജീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിരപരാധിയായിരിക്കും, ആ സ്ഥലത്തേ വന്നിട്ടുണ്ടാവും. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് സജീവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിയായ അന്വേഷണം നടത്തി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ മീൻസ് ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് എന്ന്, സത്യം അന്വേഷിച്ച് കണ്ടെത്തുക. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത്, സത്യം അന്വേഷിച്ച് കണ്ടെത്തും. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അറിയാവുള്ളൂ സത്യാവസ്ഥ, അല്ലേ? അതിനുശേഷം മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വെറുതെ ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അറസ്റ്റ് ചെയ്താലുള്ള നടപടി എന്തോ, അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ സർവ്വ സ്വാതന്ത്ര്യവും തടയുകയാണ്, അല്ലേ? സർവ്വ സ്വാതന്ത്ര്യം തടയണം. അയാൾക്ക് ഒന്നും പോകാൻ പറ്റില്ല നമ്മൾ അറസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇങ്ങനെയാണ്. നമുക്ക് ഇത് നമ്മൾ വൈറസ് വന്നതിന് ആൻറ്റി വൈറസ് സർവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റം വളരെ പ്രൊട്ടക്റ്റഡ്. അതായത് നമ്മുടെ ടീം തന്നെ ഈ കമ്പ്യൂട്ടറെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു ടീമുണ്ട്. സൈബർ ഡോം എന്ന് പറഞ്ഞ വലിയൊരു ടീം തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ അതാത് ജില്ലകളിൽ സൈബർ സെല്ലുകൾ. ഓക്കെ, അതുകൊണ്ട് ആരെങ്കിലും അറ്റാക്ക് നടത്താൻ വന്നാൽ പോലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയ എക്സ്പേർട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർ ഈ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമുക്ക് FIR അതുപോലെ പൊതുജനങ്ങൾക്ക് നമുക്ക് അവരുടെ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് FIR വിസിബിളാണ്. നമ്മുടെ FIR പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് സിറ്റിസൺസ് കോപ്പി എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഇവിടെ നമ്മൾ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഉണ്ടാവും. റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ അതിനെന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സംഭാഷണമുണ്ട്. ഓക്കെ, അതൊരു കുറ്റാലോചന, ഒരു കുറ്റത്തിന് വേണ്ടി ഒരു ഗൂഢാലോചന. അപ്പോൾ അങ്ങനെ നമുക്ക് അത് വളരെ ഇൻറ്റേർണലായിട്ട് നമ്മൾ വളരെ സീക്രട്ടായിട്ട് ചെയ്യുന്ന കാര്യം. പോലീസ് ഇൻറ്റേർണലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും, പൊതുജനങ്ങൾക്ക് പുറത്തു കൊടുക്കും. കാരണം വെച്ചാൽ ഞാൻ പറയാം, അത് നമ്മളെന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ ട്രാക്കിങ്ങിന് വേണ്ടി പോകും. അപ്പോൾ നിങ്ങൾ നടന്മാരായിട്ട് സംഭാഷണം ട്രാക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തു, ഒരു വലിയൊരു ഇത് കമ്മിറ്റ് ചെയ്തു, ബാങ്ക് തപ്പി നടന്നിരിക്കുന്നു. ബാങ്ക് തപ്പി നടത്തിയ ആളെക്കുറിച്ച്